ഗൗതമി, സർക്കാരിനെ വിമർശിച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കാൻ പറ്റും. ഇത് കേരളത്തിലെ കാര്യമല്ല, മുംബൈ ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതാണ്. കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കുറേ വർഷക്കാലങ്ങൾ കൊണ്ടുവന്നത് 10 വർഷക്കാലം കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിണറായി സർക്കാരിന് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കെല്ലാം തന്നെ IT ആക്ട് ചുമത്തിയും അല്ലാതെയും പല രീതിയിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്ത് തടവിലാക്കിയതും പീഡിപ്പിച്ചതുമായിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തെ പോലും അവഹേളിക്കുന്ന അല്ലെങ്കിൽ കൈകടത്തുന്ന രീതിയിലേക്കുള്ള പോലീസിന്റെ നടപടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മുംബൈ ഹൈക്കോടതി ചോദിക്കുന്ന ഒരു കാര്യം, ഇതുപോലെ സർക്കാരിനെ വിമർശിച്ചാൽ അത് മറ്റൊരു വിഷയത്തിലാണ്. അമിത്ഷാ മുർദാബാദ്, BJP മുർദാബാദ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരാളെ നാട് കടത്തൽ നടപടികളിലേക്ക് കടന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അവർ ഉന്നയിക്കുന്ന കുറേ അധികം ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം മറ്റൊരു പാർട്ടിക്കാരനായതുകൊണ്ടാണോ, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് കോടതി അടിവരെ ഇട്ടുകൊണ്ട് ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ട് കോടതി പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇത് ഒരു സർക്കാരിനെ വിമർശിച്ചാൽ, അത് കേന്ദ്രത്തെ ആവട്ടെ സംസ്ഥാനത്തെ ആവട്ടെ, ഒരു സർക്കാരിനെ വിമർശിച്ചത് കൊണ്ട് മാത്രം പൗരന്മാരെ ഇത്തരത്തില് ഒരു നടപടിയിലേക്ക് കടക്കുന്നത് നമുക്കറിയാം. പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരാളാണ്, പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്ന ഒരാളാണ്, കരിങ്കൊടികളെ ഭയപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗൺമാന്മാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ സർക്കാർ എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നീട് അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം VD സർക്കാർ വന്നതിന് ശേഷം. അപ്പോൾ അത്തരത്തിലുള്ള മനോഭാവമുള്ള ഒരുപാട് ഭരണാധികാരികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം അമിത്ഷയും നരേന്ദ്രമോദിയൊക്കെ അത്തരത്തിലുള്ള ആളുകളാണോ എന്നുള്ള ചോദ്യമൊക്കെ തീർച്ചയായിട്ടും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഇത്തരത്തിലുള്ള നടപടികൾ, പ്രതിഷേധത്തിന് നേരെ, ചോദ്യം ചെയ്യലിന് നേരെ ഉണ്ടാകുന്നുണ്ട്, അസഹിഷ്ണുത ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ഇപ്പം ഈ ഒരു വിധി, കോടതിയുടെ രൂക്ഷമായ വിമർശനം എന്ന് പറയുന്നത് വന്ന സാഹചര്യം എന്ന് പറയുന്നത് SDPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുംബൈയിലെ സയ്യിദ് അഹമ്മദ് അബ്ദുൾ വാഹിദ് ചൗധരി, ഇദ്ദേഹത്തിനെതിരെ ഒരു നാട് കടത്തൽ നടപടി മുംബൈയിലെ RCF പോലീസ് എടുത്തു. ഈ കേസ് എടുക്കുന്നത് ഒക്ടോബർ കഴിഞ്ഞ വർഷം 2025 ഒക്ടോബറിലാണ്. 2019 മുതൽ തന്നെ ഇദ്ദേഹം നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നതാണ് ആ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട്. NRCയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ CAAയിലായിക്കോട്ടെ, ഇപ്പം ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രതിഷേധം നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് BJP മുർദാബാദ് അല്ലെങ്കിൽ അമിത്ഷാ മുർദാബാദ് എന്ന് പറയുന്ന പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാകാം. ആ വിളിച്ചതിൻ്റെ പേരിലാണ് മുംബൈ പോലീസ് ഇദ്ദേഹത്തോട് പറയുന്നത് 12 മാസത്തേക്ക്, അതായത് 1 വർഷത്തേക്ക് മുംബൈ വിട്ടു പോകണം, മുംബൈയുടെ സിറ്റിയിൽ കാല് കുത്താൻ പാടില്ല, വിട്ടിട്ട് പോകണം, പരിസര പ്രദേശങ്ങളിലേക്ക് വരാൻ പാടില്ല. ഇതൊരു വല്ലാത്ത, അതാണ് കോടതി ചോദിച്ചത്. ഒരാൾ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ, മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? കോടതി കൃത്യമായിട്ട് ചോദിക്കുകയാണ്. അത് കോട്ടാണ്. കോടതി പറയുന്നത് എക്സാക്റ്റ് ആ വാക്കൊന്ന് വായിക്കാം. പൗരന്മാരെ കേന്ദ്ര സർക്കാരിൻ്റെ അടിമകളാക്കാൻ കഴിയില്ല. അതാണ്, അടിമകളാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ സേവകരല്ല, അവർ പൊതു സേവകരാണ് എന്ന് കോടതി കൃത്യമായിട്ട്, മുംബൈ ഹൈക്കോടതി കൃത്യമായിട്ട് പറയുന്നു. ഇത് ജസ്റ്റിസ് മാധവ് ജംതാർ ആണ് ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. കാരണം ആർട്ടിക്കിൾ 14(21) എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, ഒരാൾക്ക് അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ ഭരണഘടന നൽകുന്നുണ്ട്. അതനുസരിച്ച് പരിഗണിക്കുമ്പം ഈ നടപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് ഇത് റദ്ദാക്കിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് മറ്റൊരു കാര്യം കൂടി, ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കൂടി കോടതി ചോദിക്കുകയാണ്. മറ്റൊരു പാർട്ടിയിൽ നിന്നുള്ള ആളായതുകൊണ്ടാണോ ഇദ്ദേഹത്തിനെതിരെ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അദ്ദേഹം പക്ഷം മാറിയാൽ മതി. അതായത് SDPIക്കാരനെ ഇപ്പോൾ BJP ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകും. ഇപ്പം നമുക്കറിയാലോ, ഈ ബംഗാളിലെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, അദ്ദേഹം മുമ്പ് തൃണമൂലിൽ ആയിരുന്നപ്പോൾ ചാക്ക് കണക്കിന് പൈസ കൈകൊണ്ട് എടുക്കുന്ന വിഷ്വൽസ് അടക്കം പുറത്തു വന്നിട്ടുള്ളതാണ്. BJP ആയതിനു ശേഷം
പല നേതാക്കൾക്കുമെതിരെ ഉണ്ടായിരുന്ന ED അന്വേഷണം എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം രാമൻ്റെ ഭക്തരായിട്ടുള്ള BJP സർക്കാർ കുറേയധികം ആളുകൾ ഒട്ടും ധാർമ്മികതയില്ലാതെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഒരു ധാർമ്മികതയും ഇല്ലാതെയാണ് ഇന്ന് രാജ്യത്ത് BJP യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നത്. തനിക്കെതിരായ FIRകൾ സർക്കാരിൻ്റെ വാഷിംഗ് മെഷീൻ വഴി ഒഴിവാക്കി കിട്ടിയാൽ ഒഴിവാക്കി കിട്ടാൻ ഹർജിക്കാരന് കേവലം രാഷ്ട്രീയ പക്ഷം മാറിയാൽ മതിയല്ലോ ഈ രീതിയിലും കോടതി ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പം എന്താ കാണിക്കുന്നത്? പാർട്ടികളെ എല്ലാം പിളർത്തിക്കൊണ്ട് എങ്ങനെ രാജ്യത്ത് ഭരണം ഉറപ്പിക്കാം എന്നാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും കോടതിയുടെ മറ്റൊരു പരാമർശം കൂടി അവിടെ വരുന്നത് കൃത്യമായിട്ടും രാജ്യത്തുടനീളം കുതിരക്കച്ചവടം നടക്കുന്നു. വാഷിംഗ് മെഷീൻ, അതെ, കുതിരക്കച്ചവടം നടക്കുന്നു എന്ന് കൂടി കോടതി പറയുകയാണ്. അത് ഗൗരവകരമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ എപ്പോഴും ഇവിടെ കേരളത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, മോദിക്ക് പഠിക്കുകയാണോ പിണറായി വിജയൻ എന്നുള്ള രീതിയിൽ ഒരു കോട്ട് നമ്മളുടെ ഇടയിൽ സുലഭമായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് മോദി പിണറായി വിജയന് പഠിക്കുകയാണോ എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമാണ്. അതും പിണറായി വിജയനെതിരായി വാ തുറന്നതിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ മോദി സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു വിധി കോടതി ചോദിക്കുമ്പോൾ കോടതിക്കൊപ്പം തന്നെ നിൽക്കുകയാണ്. കൃത്യമായിട്ടും ഈ ആർട്ടിക്കിൾ 14 ആണെങ്കിലും 21 ആണെങ്കിലും കൃത്യമായിട്ടുള്ള ലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും പ്രതിഷേധ സമരങ്ങളെ ഇല്ലാണ്ടാക്കാനോ ഇനി അങ്ങോട്ട് ആരും പ്രതിഷേധിക്കില്ല എന്ന് ഉറപ്പാക്കാനോ ഒന്നും പറ്റില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇവിടെയാണ് നമ്മൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ശങ്കരൻ പിള്ള എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് എല്ലാവരെയും വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ വരയ്ക്കാറുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത് ഡോണ്ട് സ്പെയർ മീ ശങ്കർ എന്നാണ്. എനിക്കെതിരെയും വിമർശനം വരുമ്പം ഏതെങ്കിലും രീതിയിൽ മയപ്പെടുത്തുകയോ മൃദു സമീപനോ സ്വീകരിക്കേണ്ട ആവശ്യമില്ല, എന്നെയും നിങ്ങൾ വളരെ ശക്തമായ രീതിയിൽ വിമർശിക്കൂ എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഭരണാധികാരികളൊക്കെ ഭരിച്ചൊരു നാടായ ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മളെ കൊണ്ട് യഥാർത്ഥത്തിൽ ചോദിപ്പിക്കുന്നത്. ഇവിടെ നീറ്റ് പേപ്പറിൻ്റെ ചോദ്യപേപ്പർ ലീക്കായതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ക്രമക്കേടാണ് നിലനിൽക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ ഇപ്പോഴും ഇത്രയും വലിയ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണല്ലോ ഈ നെറികേട് മൊത്തം നടന്നത്. രാജിവെപ്പിക്കാനായിട്ട് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പോലും BJP സർക്കാർ കാണിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാനോടാണ് പറയേണ്ടത്, ധർമ്മേന്ദ്ര പ്രധാൻ നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ഒരു കാലത്താണ് ഈ നെറികേടുകൾ മൊത്തം നടന്നത്. അതുകൊണ്ട് 1 വർഷം രാജ്യം വിട്ടിട്ട് പുറത്തു പോയി താമസിക്കൂ, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ശിക്ഷാ നടപടി എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാനും അല്ലെങ്കിൽ ആരാണോ ഈ ചോദ്യപേപ്പർ ലീക്ക് ചെയ്തത് അവരോട് യഥാർത്ഥത്തിൽ സർക്കാർ പറയുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം പറച്ചിലുകളൊന്നും ഉണ്ടാകുന്നില്ല. അവരെ സംരക്ഷിക്കുകയാണ്. ബ്രിജ്ഭൂഷൺ സിംഗിനെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. ഗുസ്തി താരങ്ങൾ എന്തൊക്കെ പരാതികൾ അദ്ദേഹത്തിനെതിരെ ആദ്യം ഉന്നയിച്ചു, അപ്പോഴൊക്കെ സംരക്ഷിക്കാനാണ് നടത്തിയത്. ഇത് SDPI കാരനായതുകൊണ്ട് മാത്രം. SDPI എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യപരമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു പാർട്ടിയാണ് SDPI എന്ന് പറയുന്നത്. ഇതിപ്പോൾ 2019 മുതൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ നയങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ പറയുന്ന ചൗധരി എന്ന് പറയുന്നത്. ധർണകൾ, പ്രകടനങ്ങൾ, അതിൽ മെയിനായിട്ട് വരുന്ന പൗരത്വ ഭേദഗതി നിയമത്തിൽ, ദേശീയ പൗരത്വ രജിസ്റ്റർ, വഖഫ് ഭേദഗതി ബില്ല്, ഇതിലൊക്കെ ഇതേ അളവിൽ തന്നെ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ചൗധരി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജഡ്ജി പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പറഞ്ഞതുപോലെ തന്നെ പാർട്ടി മാറിയാൽ ഒരുപക്ഷെ മാറാവുന്ന ചെറിയ കാര്യമാണ്. ED അന്വേഷണമൊക്കെ എത്ര പേര് നമ്മൾ കണ്ടതല്ലേ? എത്രയോ അധികം ആളുകൾക്ക് BJPയിലായപ്പോൾ ED അന്വേഷണം ഇല്ല. ഇത്തരത്തിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ED അന്വേഷണം, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെ നടക്കുന്ന അന്വേഷണം പോലും ED വരുന്നത് ചില ട്രോളുകളിൽ കാണുകയുണ്ടായി. പാർട്ടിയിലേക്ക് വരുന്നു എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഓരോ ദിവസവും ഇവർ വരുന്നത്. പക്ഷെ അത്തരം ട്രോളുകളെയൊക്കെ ശരിക്കും അർത്ഥവത്താക്കുന്ന രീതിയിലാണ് ഇത്തരം വാർത്തകൾ ഇപ്പോൾ പുറത്ത് വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും ഒരു യൂസ്ലെസ് പാർട്ടിയായിട്ട് BJP മാറിത്തീരുകയാണോ എന്ന് ഇപ്പം നമുക്ക് തോന്നുകയാണ്. കാരണം ഒട്ടും വിശ്വാസയോഗ്യമല്ലാത്ത അധാർമികതയുടെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്നുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു വർഗമായിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും മാറുന്നുണ്ടോ എന്ന് നമുക്ക്
ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഏറ്റവും വലിയ ധാർമ്മികതയുടെയും സത്യസന്ധതയുടെയും മര്യാദ പുരുഷോത്തമനൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ശ്രീരാമൻ്റെ അയോധ്യ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച നാണയത്തുട്ടകൾ പോലും കൊള്ളയടിക്കാനായിട്ട് സംഘപരിവാർ പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജയ് ശ്രീരാം ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. അവരോടാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്ത്, 12 മാസത്തേക്ക് 1 വർഷത്തേക്ക് നമ്മുടെ രാമൻ്റെ സ്വർണം നീ കട്ടതാണ്, രാജ്യം വിട്ടു പോടാ 1 മാസത്തേക്ക്, നീ ഒരു രാജ്യദ്രോഹിയായിട്ട് യഥാർത്ഥത്തിൽ അവരെ മുദ്ര കുത്തണം. അത് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അവരെ സംരക്ഷിക്കുകയാണ് പല രീതിയിൽ പല ആളുകളും. അപ്പോൾ അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ തലമണ്ടക്കിട്ട് അടിക്കുന്ന ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യലായിപ്പോയി ഏത് ഈ മുംബൈ ഹൈക്കോടതിയുടെ എന്നുള്ളതാണ് പറയാനുള്ളത്.